ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സഹകരണ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യക്ഷമായി രംഗത്തെത്തിയിരിക്കുന്നു. സാധാരണക്കാരന്റെ ആശ്രയമായ ഈ മേഖലയെ തകർക്കുന്ന നയങ്ങൾ ആദായനികുതി വിഭാഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം ശക്തമാവും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ജനോപകാരപ്രദമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സഹകരണ മേഖലയിലെ പണം ആദായനികുതി വകുപ്പ് കൊള്ളയടിക്കുകയാണെന്ന് ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എം മെഹബൂബ്. പണ്ട് ബാത്റൂമുകളിൽ കാണിച്ചിരുന്ന മാനസിക രോഗം ഇന്ന് ഫേസ്ബുക്കിലാണ് മലയാളികൾ കാണിക്കുന്നതെന്ന് സംവിധായകൻ രഞ്ജിത്ത്. ഫേസ്ബുക്ക് വിമർശനങ്ങൾ ആരോഗ്യകരമെങ്കിൽ സ്വീകരിക്കാൻ മടിയില്ലെന്നും രഞ്ജിത്ത്. ഗണേശോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. വീടുകളിലും ഉത്സവ കേന്ദ്രങ്ങളിലും ഗണേശ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. വാർത്തകൾ വിശദമായി. ജനോപകാരപ്രദമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സഹകരണ മേഖലയിലെ പണം ആദായനികുതി വകുപ്പ് കൊള്ളക്കാർക്കായി പിടിച്ചുപറിക്കുകയാണെന്ന് ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എം മെഹബൂബ്. സഹകരണ മേഖലയെ തകർക്കുന്ന ആദായനികുതി വകുപ്പിന്റെ തെറ്റായ നയത്തിനെതിരെ ജില്ലയിലെ സഹകാരികളും സഹകരണ ജീവനക്കാരും സംഘടിപ്പിച്ച ഹർത്താലും ആദായനികുതി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയെ തകർക്കുന്ന ആദായനികുതി വകുപ്പിന്റെ ഇടപെടലിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ സഹകാരികളും സഹകരണ ജീവനക്കാരും ഹർത്താൽ നടത്തി. ഹർത്താലിന്റെ ഭാഗമായി കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ജനോപകാരപ്രദമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സഹകരണ മേഖലയിലെ പണം ആദായനികുതി വകുപ്പ് കൊള്ളക്കാർക്കായി പിടിച്ചുപറിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ആദായനികുതി വകുപ്പിന്റെ ഈ സമീപനം സഹകരണ മേഖലയെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ ആവശ്യങ്ങളായി മാറുന്ന ഒട്ടേറെ മേഖലക്കകത്ത് ചെലവഴിക്കുന്ന ഈ പണം ഇവിടെ ഒരു കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന പോലെ ഇൻകം ടാക്സ് അധികൃതർ ഞങ്ങളെ വെച്ച് ഞങ്ങളോട് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ ശക്തി കേരളത്തിലെ ബഹുജനങ്ങളുടെ ശക്തിയാണ്. ഈ ശക്തിക്ക് രാഷ്ട്രീയ നിറവില്ല. ഈ ശക്തി സഹകാരികളുടെ ശക്തിയാണ്. ഞങ്ങൾ ഒന്നിച്ചാൽ യാതൊരു സംശയവുമില്ല, ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥർ അവരെത്ര പ്രഗത്ഭരായാലും അവരെത്ര ശക്തരായാലും അവർ പ്രവേശിക്കരുതെന്ന പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നു. പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പ്രവേശിക്കാൻ വന്നാൽ അതിനെ തടഞ്ഞു നിർത്തി ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ നേടിയെടുത്ത ആ അവകാശങ്ങൾ പിടിച്ചുവെച്ചാൽ. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ, സംസ്ഥാന സഹകരണ സമിതി കൺവീനർ ഇ രമേശ് ബാബു, അഷറഫ് മണക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. പണ്ട് ബാത്റൂമിലും ടോയ്ലറ്റിലും പ്രകടമാക്കിയിരുന്ന മാനസിക രോഗം ഇന്ന് ഫേസ്ബുക്കിലൂടെയാണ് മലയാളികൾ പ്രകടമാക്കുന്നതെന്ന് സംവിധായകൻ രഞ്ജിത്ത്. ആരോഗ്യകരമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും സ്വീകരിക്കാൻ മടിയില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. താൻ നിർമ്മാതാവായ പുതിയ സിനിമ മുന്നറിയിപ്പിനെക്കുറിച്ച് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുകയായിരുന്നു രഞ്ജിത്ത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ സ്വീകരിക്കാൻ മടിയില്ലെന്നും നല്ല രീതിയിൽ ഓടുന്ന സിനിമയെ അകാരണമായി വിമർശിക്കുന്നത് ശ്രദ്ധിക്കാറില്ലെന്നും നിർമ്മാതാവ് കൂടിയായ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ലെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. തന്റെ പുതിയ സിനിമയായ മുന്നറിയിപ്പിനെക്കുറിച്ച് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രഞ്ജിത്ത്. മുന്നറിയിപ്പ് എന്ന സിനിമ ഒരു സ്ത്രീവിരുദ്ധ സിനിമയല്ലെന്ന് മുന്നറിയിപ്പ് സിനിമയുടെ സംവിധായകൻ വേണു പറഞ്ഞു. ഈ സിനിമയിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വൈരുദ്ധ്യമില്ല.
സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് എല്ലാവരും. തന്റെ പുതിയ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയ ഏറെ പിന്തുണ നൽകുന്നുണ്ടെന്നും വേണു വ്യക്തമാക്കി. എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ കരിയറിലെ മാറ്റത്തിന്റെ തുടക്കമാണ് മുന്നറിയിപ്പ് എന്ന സിനിമ എന്ന് തിരക്കഥാകൃത്ത് ആർ ഉണ്ണി പ്രതികരിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഈ സിനിമയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. തന്റെ സിനിമാ ജീവിതത്തിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കഥാപാത്രമാണ് മുന്നറിയിപ്പിലെ പത്രപ്രവർത്തകയായ അഞ്ജലി എന്ന് നടി അപർണ ഗോപിനാഥ് പറഞ്ഞു. വളരെ നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട്. കുറെ ആൾക്കാരെ വിളിച്ച് ദേ അപ്രീഷിയേറ്റഡ് ദി എൻറ്റയർ മൂവി, ദ ക്യാരക്ടർ ഓൾസോ. അപ്പോ ഹാപ്പിയാ. ഒരു സ്ത്രീയുടെ പക്വതയും തന്റേടവുമാണ് ആ കഥാപാത്രം വെളിപ്പെടുത്തുന്നത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖത്തിൽ പ്രസിഡന്റ് കമാൽ ബരദൂർ, ഫിലിം ക്ലബ്ബ് സെക്രട്ടറി എ വി ഫർദീസ് എന്നിവരും പങ്കെടുത്തു. അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ സിനിമാ ജേർണലിസ്റ്റ് അജിത്ത് വിതരണം ചെയ്തു. ശ്രീ ഗണേശോത്സവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും ഗൃഹങ്ങളിലും ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടന്നു. കല്ലിട്ടനടയിലെ വേദിയിൽ പാലക്കാട് നിന്നുമുള്ള കലാകാരന്മാരാണ് വലുതും ചെറുതുമായ ഗണേശ വിഗ്രഹങ്ങൾ തയ്യാറാക്കിയത്. ശിവസേനയുടെയും ശ്രീ ഗണേശോത്സവ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗണേശോത്സവ പരിപാടികൾ നടന്നുവരുന്നത്. ഓഗസ്റ്റ് 24 മുതൽ 31 വരെയാണ് ആഘോഷ പരിപാടികൾ. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠാധിപതി ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ ഗണേശ വിഗ്രഹങ്ങളുടെ മിഴിതുറക്കൽ ചടങ്ങ് നിർവഹിച്ചതോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ബുധനാഴ്ച കോഴിക്കോട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലും 1000-ഓളം ഭവനങ്ങളിലും ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ഇതിനായി 35 വലിയ ഗണേശ വിഗ്രഹങ്ങളും 1000-ഓളം ചെറിയ വിഗ്രഹങ്ങളുമാണ് കല്ലിട്ടനടയിലെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ തയ്യാർ ചെയ്തത്. പാലക്കാട് നിന്നും എത്തിയ കലാകാരന്മാരാണ് ഗണേശ വിഗ്രഹങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിനായക ചതുർത്ഥി ദിവസം ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യും. കടലിനും കടലിലെ ജീവജാലങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗണേശ വിഗ്രഹം നിർമ്മിച്ചതെന്ന് ശിവസേന ജില്ലാ സെക്രട്ടറി അനൂപ് പറഞ്ഞു. നിരവധി സ്ഥലങ്ങളിൽ ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നത് മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും കോട്ടം തട്ടാത്ത രീതിയിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാലക്കാട് നിന്നും എത്തിയ പരമ്പരാഗത വിഗ്രഹ നിർമ്മാണ തൊഴിലാളികൾ ഈ വിഗ്രഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 28-ന് വ്യാഴാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും നടക്കും. വെള്ളിയാഴ്ച വിനായക ചതുർത്ഥി ദിനത്തിൽ പുലർച്ചെ 4 മണിക്ക് മഹാഗണപതി ഹോമം, പ്രസാദ വിതരണം, ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ അന്നദാനം, 5 മുതൽ 6 വരെ വാദ്യമേളം, 6 മുതൽ 7 വരെ ഗണേശ നാമാവലി അർച്ചന, കലാമത്സരങ്ങൾ എന്നിവ നടക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മലയത്ത പുണ്ണി കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഓഗസ്റ്റ് 30-ന് ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് മഹാഗണപതി ഹോമം, പ്രസാദ വിതരണം, തുടർന്ന് കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരം എന്നിവ നടക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയിൽ ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ഗണേശ വിഗ്രഹ നിമജ്ജന മഹാഘോഷയാത്ര കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. കാർത്തിയായനി ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന മഹാഘോഷയാത്ര വിവിധ വാദ്യമേള അകമ്പടിയോടുകൂടി കല്ലിട്ടനട, കല്ലെത്താൻ കടവ്, മാവൂർ ജംഗ്ഷൻ, സ്റ്റേഡിയം ജംഗ്ഷൻ, മാനാഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പ്രയാണം നടത്തി വെള്ളയിൽ തൊടിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് നടത്തുന്ന ഹോമാദി കർമ്മങ്ങൾക്ക് ശേഷം സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യും. പെൻഷൻ യഥാസമയം ലഭിച്ചില്ലെങ്കിൽ ഓണനാളിൽ മണ്ണ് സദ്യ നടത്തേണ്ടി വരുമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം അഭിപ്രായപ്പെട്ടു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം PN അശോകൻ യോഗം ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം സിവിൽ സ്റ്റേഷൻ പരിസരത്തെ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം PM അശോകൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ യഥാസമയം ലഭിച്ചില്ലെങ്കിൽ ഈ ഓണനാളിൽ മണ്ണ് സദ്യ നടത്തേണ്ടി വരുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. നിലവിൽ 3 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ഒരു സംഘടന കൊണ്ട് മാത്രമേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടുള്ള പെൻഷൻ സുഹൃത്തുക്കളാണ് നമ്മുടെ സംഘടനയിൽ ഓരോ ദിവസം കഴിയുന്തോറും അംഗങ്ങളാകാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് KN ഗോപാലൻകുട്ടി, ജില്ലാ പ്രസിഡന്റ് K പ്രഭാകരൻ, ജില്ലാ സെക്രട്ടറി N ശശിധരൻ, യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ ചാലക്കൽ, ട്രഷറർ KM ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്, ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കാറിൽ ചുറ്റി വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്ന മാഫിയയിലെ പ്രധാനി 2 കിലോ കഞ്ചാവുമായി പോലീസ് പിടിയിൽ. മലപ്പുറം സ്വദേശിയായ ഷംസുദ്ദീനാണ് രാമനാട്ടുകരയിൽ അറസ്റ്റിലായത്. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്നതിനായി 2 കിലോ കഞ്ചാവുമായി കാറിൽ വരികയായിരുന്ന യുവാവിനെ സിറ്റി ക്രൈം സ്ക്വാഡ് പിടികൂടി. മലപ്പുറം ഒറ്റക്കണ്ടത്തിൽ പുത്തൻ പീടികയിൽ ചൂണ്ടക്കാട്ടിൽ ഹൌസിൽ ഷംസുദ്ദീനെയാണ് രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിൽ വെച്ച് പിടിയിലായത്. ഇദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് കഞ്ചാവ് തൂക്കി നൽകുന്നതിനുള്ള ഇലക്ട്രോണിക്സ് ത്രാസും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്ന് നല്ലളം CI ഷാജിയും സിറ്റി ക്രൈം സ്ക്വാഡും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഷംസുദ്ദീന്റെ കഞ്ചാവ് വിൽപ്പന. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നിന്നും മറ്റുമാണ് ഇയാൾ തന്റെ മാരുതി കാറിൽ കഞ്ചാവ് കൊണ്ടുവരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന. അന്തർ സംസ്ഥാന ബന്ധത്തിനും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഫാറൂഖ് SI P രാമകൃഷ്ണൻ, സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ O മോഹൻദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ TP ബിജു, KR രാജേഷ്, MV അനീഷ്, KP ഫജുൽ, ASI രാധാകൃഷ്ണൻ, CPO രതീഷ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന കയർ കോർപ്പറേഷന്റെ ബേപ്പൂർ കയർ ഫാക്ടറിയിൽ 3 കോടി രൂപയുടെ വികസനം വരുന്നു. കയർ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഊന്നൽ നൽകുന്ന വികസന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതി ആസൂത്രണത്തിനായി കയർ കോർപ്പറേഷൻ ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ്, MD GN നായർ എന്നിവർ ഫാക്ടറി സന്ദർശിച്ചു. സംസ്ഥാന കയർ കോർപ്പറേഷനു കീഴിൽ മലബാറിലെ പ്രധാന ഉൽപാദന കേന്ദ്രമായ ബേപ്പൂർ ഡിവിഷനിൽ കയറുൽപ്പന്ന നിർമ്മാണ പരിശീലന കേന്ദ്രം, വിപണനത്തിന് ആധുനിക ഷോറൂം, വിശാലമായ ഗോഡൌൺ, നിലവിലുള്ള കെട്ടിടങ്ങളുടെ നവീകരണം എന്നിവയ്ക്കാണ് തുക ഉപയോഗപ്പെടുത്തുക. പ്രദേശത്തെ സഹകരണ സംഘങ്ങൾ, ചെറുകിട വ്യവസായ സംരംഭകർ എന്നിവർക്ക് കയറുൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകാനും പദ്ധതിയുണ്ട്.
ഉൽപ്പന്ന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കയർ കയറ്റുമതിയും ആഭ്യന്തര വിപണനവും വർദ്ധിപ്പിക്കാൻ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നതായി ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ബേപ്പൂരിലെ കയർപിത്ത് ബ്ലോക്ക് യൂണിറ്റിന്റെ നിർമ്മാണ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തീകരിച്ച് ഉൽപാദനം ആരംഭിക്കും. ചകിരിച്ചോറിൽ നിന്നുള്ള ജൈവവള ഉൽപാദനം വർദ്ധിപ്പിക്കും. ബേപ്പൂർ ഡിവിഷനിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് 3000 രൂപ ബോണസ് നൽകാനും എല്ലാവർക്കും യൂണിഫോം അനുവദിക്കാനും ധാരണയായി. ബേപ്പൂരിലെ 12 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യം ഡയറക്ടർ ബോർഡ് യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഈ 2-3 വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന കാഷ്വൽ ലേബേഴ്സ് ആ 12 പേര് അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് കയർ കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഒന്നുകൂടി തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കയർ സെക്രട്ടറിയെയും കാണാൻ തീരുമാനിച്ചു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ MD GN നായർ, ഡയറക്ടർ BP റഷീദ്, ബിസിനസ് മാനേജർ N സുനിരാജ്, പേഴ്സണൽ മാനേജർ ബിനു ജോർജ്, യൂണിറ്റ് മാനേജർ സിജോയ് ഗോപാൽ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഡോക്ടർ MP പത്മനാഭൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ഗഫൂർ, രമേശ് നമ്പിയത്ത്, P രാമകൃഷ്ണൻ, അളത്തിൽ വാസു, N സദു, മങ്ങന്തറ ദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബിൽഡേഴ്സ് അസോസിയേഷൻ നോർത്ത് സോണിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് RP മാളിൽ പ്രോപ്പർട്ടി ഷോ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 29 മുതൽ 31 വരെ നടക്കുന്ന ഷോ കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യുമെന്ന് KBA സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, കൊമേഴ്ഷ്യൽ സ്പേസ്, റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നു എന്നത് ഈ ഷോയുടെ പ്രത്യേകതയാണ്. മീഡിയം ബഡ്ജറ്റിലുള്ള ഉപഭോക്താക്കൾക്ക് ഇത് ഏറെ പ്രയോജനകരമായിരിക്കും. ഈ ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ ബിൽഡർമാരുടെ പ്രൊജക്ടുകളും പ്രമുഖ ബാങ്കുകളുടെ അംഗീകാരമുള്ളതിനാൽ ലോൺ ലഭിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന ബിൽഡർമാരുടെ പ്രൊജക്ടുകൾ ഉന്നത നിലവാരം പുലർത്തുന്നവയും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയവയാണ്. ഓഗസ്റ്റ് 29 രാവിലെ 10:30 കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം പ്രോപ്പർട്ടി ഷോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ വാർഫ് ആഴം കൂട്ടൽ പ്രവർത്തികൾ 15 ദിവസത്തിനകം തുടങ്ങുമെന്ന് കേരള മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MDയുടെ ഉറപ്പ്. കഴിഞ്ഞ ദിവസം ഹാർബർ സന്ദർശിച്ച ശേഷമാണ് MD KK രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ 1.2 മീറ്റർ മാത്രം ആഴമുള്ള വാഫ് ബേസിൽ വേലിയിറക്കത്തിൽ 3 മീറ്റർ ആഴമാക്കും വിധമാണ് ഡ്രഡ്ജിംഗ് നടത്തുക. ഹൈഡ്രോളിക് സർവേ വിഭാഗം വാർഫിൽ സർവേ നടത്തി നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും ആഴം കൂട്ടലെന്നും പണികൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഹാർബറിൽ ബോട്ട് അടുപ്പിക്കുന്നതിനുള്ള പ്രയാസം പരിഹരിക്കുമെന്നും KSMDC MD KK രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. 20,000 ഘന അടി മണ്ണ് നീക്കം ചെയ്യേണ്ടി വരുമെന്നാണ് പ്രാഥമിക നിഗമനം. 60 മീറ്റർ വീതിയിൽ ഇരു വാർഫുകളും ആഴം കൂട്ടുന്നതിന് 43 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ 20 ലക്ഷം രൂപ മാത്രമേ ഇതിനകം അനുവദിച്ചിട്ടുള്ളൂ. ഫണ്ട് തികയാത്ത പക്ഷം സർക്കാരിനെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയറെയും വിവരം ധരിപ്പിക്കുമെന്നും KK രാജേന്ദ്രൻ പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്ത് ആഴം കൂട്ടലിനെത്തിച്ച പോർട്ടോൺ എക്സ്കവേറ്റർ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുക. ഹാർബറിലേക്ക് ഡർജർ എത്തിക്കുന്ന ഭാഗത്ത് ചിലയിടങ്ങളിൽ ചെങ്കൽ പാറകളുണ്ട്. ഇത് നീക്കം ചെയ്യലാണ് ആദ്യപടി. ചെങ്കൽ പാറകളുടെ അളവും സ്വഭാവവും കണ്ടെത്തുന്നതിന് ആവശ്യമെങ്കിൽ സബ്ബോട്ടം പ്രൊഫൈൽ സംവിധാനം ഉപയോഗപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. കോരിയെടുക്കുന്ന ചളി പുറംകടലിലാണ് നിക്ഷേപിക്കുക. വാർഫ് ആഴം കൂട്ടുന്നതോടൊപ്പം പുതിയ വാർഫ് ബേസിലുള്ള കോൺക്രീറ്റ് കഷണങ്ങളും നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർഫിലെ മൺതട്ടിയിലിടിച്ച് ബോട്ടുകൾ കേടാകുന്നത് പതിവായതോടെ 23 മുതൽ ബോട്ടുകളുടെ വാടകയും ഹാർബറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വാഹന ടോളും നൽകാതെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യക്ഷ സമരത്തിലാണ്. ഹാർബർ വികസന സമിതി, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ, അരയ സമാജം, മുദാക്കര മഹല്ല് കമ്മിറ്റി, തരകൻ അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KSMDC MD ഉറപ്പു നൽകിയ 15 ദിവസത്തിനകം ഡ്രഡ്ജിംഗ് ആരംഭിച്ചില്ലെങ്കിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ബഹുജനങ്ങളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ഹാർബർ വികസന സമിതി പ്രസിഡന്റ് കരിശാലി പ്രേമൻ മുന്നറിയിപ്പ് നൽകി. പുരോഗമന കലാ സാംസ്കാരിക സംഘാടകൻ A മജീദിന്റെ 3ാം അനുസ്മരണ ദിനം ആചരിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. മേയർ AK പ്രേമജം ചെയർപേഴ്സണും CK പ്രഭാകരൻ കൺവീനറും PK ബിജു ട്രഷററുമായി 101 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. NFPEയുടെയും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷന്റെയും സംസ്ഥാന നേതാവും കോഴിക്കോട്ടെ പുരോഗമന കലാ സാംസ്കാരിക സംഘാടകനുമായിരുന്ന A മജീദിന്റെ 3ാം അനുസ്മരണ ദിനം ആചരിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. മേയർ AK പ്രേമജം ചെയർപേഴ്സണും CK പ്രഭാകരൻ കൺവീനറും PK ബിജു ട്രഷററുമായി 101 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ AIIEA അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. CK പ്രഭാകരൻ, KV ജയരാജ്, KJ തോമസ്, AK രമേശ്, M ബാലസുബ്രഹ്മണ്യം, A ശിവശങ്കരൻ, K വിജയൻ, ഗിരീഷ് കളത്തിൽ, അബ്ദുൽ നാസർ, R ജൈനേന്ദ്രകുമാർ, KP മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന
രണ്ടാമത് നാഷണൽ കോൺഫറൻസ് ഓൺ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് ഓഗസ്റ്റ് 29-30 തീയതികളിൽ കോളേജിൽ നടക്കുമെന്ന് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഭാരവാഹികൾ പറഞ്ഞു. പ്രമുഖർ പ്രഭാഷണങ്ങൾ നടത്തും. വിവിധ വേദികളിലായി നടക്കുന്ന കോൺഫറൻസിൽ 70-ലധികം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. 30-ാം തീയതി രാവിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ IIT ഗുവാഹത്തിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടോണി ജേക്കബ്, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ NIT കാലിക്കറ്റിലെ പ്രൊഫസർ ഡോക്ടർ N ഗണേശൻ, കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ IIT മദ്രാസിലെ പ്രൊഫസർ ഡോക്ടർ M ചിദംബരം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ NIT കാലിക്കറ്റിലെ പ്രൊഫസർ ഡോക്ടർ G കിരൺകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തും. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന രണ്ടാമത് നാഷണൽ കോൺഫറൻസ് ഓൺ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് ഓഗസ്റ്റ് 29-30 തീയതികളിൽ കാലിക്കറ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ ഇലക്ട്രോണിക്സ് ഡിസൈൻ ടെക്നോളജി ഹോണററി പ്രൊഫസർ ഡോക്ടർ LM പട്നായക് ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടികവർഗ കലാമേള തുടിതാളം 2014 സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടികവർഗ കലാമേള തുടിതാളം 2014 ടൗൺ ഹാളിൽ സമാപിച്ചു. പട്ടികവർഗക്കാരായ അയൽക്കൂട്ടാംഗങ്ങളെയും ബാലസഭയിലെ കുട്ടികളുടെയും സർഗപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച കലാമേളയിൽ ആദിവാസി നൃത്തം, ലളിതഗാനങ്ങൾ, ദേശഭക്തി ഗാനം, സംഘഗാനം, ബാലസഭയിലെ കുട്ടികളുടെ പരിപാടികൾ തുടങ്ങി ആദിവാസികളുടെ മാത്രം കലാരൂപങ്ങളും നാടൻ പാട്ടുകളും മേളയിൽ അരങ്ങേറി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. PK ഹസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മിഷൻ ജെൻഡർ കൺസൾട്ടന്റ് ഉമൈബാൻ, റിസോഴ്സ് പേഴ്സൺ K രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. LIC ബ്രാഞ്ച് 3ന്റെ ഓണാഘോഷ പരിപാടികൾക്ക് വിപുലമായ തുടക്കം. LIC ബ്രാഞ്ച് 3 കോമ്പൗണ്ടിൽ നടന്ന സ്പോർട്സ് മത്സരം ചീഫ് മാനേജർ സുജാത ഉദ്ഘാടനം ചെയ്തു. LIC ബ്രാഞ്ച് 3ന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫ് അംഗങ്ങളും ഏജന്റുമാരും സംയുക്തമായി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. LIC ബ്രാഞ്ച് 3ന്റെ കോമ്പൗണ്ടിൽ നടന്ന കായിക മത്സരം ചീഫ് മാനേജർ സുജാത ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ വിനോദ് ദീപശിഖ കൊളുത്തി സ്പോർട്സ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കമ്പവലി, മ്യൂസിക്കൽ ചെയർ, ഷൂട്ടിംഗ് മത്സരം എന്നിങ്ങനെ വിവിധ മത്സരങ്ങൾ അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. MKM കോയ മുസ്ലിയർ 9ാമത് ആണ്ട് നേർച്ചയും പണ്ഡിത ക്യാമ്പും ഓഗസ്റ്റ് 28 മുതൽ 30 വരെ പെരുമുഖം കാളമ്പുറം വീട്ടിൽ നടക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഗത്തം തുടങ്ങലും വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പണ്ഡിത ക്യാമ്പും നടക്കും. ശനിയാഴ്ച സമൂഹ സിയാറത്ത്, മൗലിദ് പാരായണം, ദിക്ർ ഹൽഖ, ഗത്തം ദുവ, ഉദ്ബോധനം എന്നിവ നടക്കും. ഫറോക്കിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ MK മുഹമ്മദ് അബ്ദുൾ ജവാദ് സഖാഫി, P മുഹമ്മദ് കുട്ടി ഭാക്കവി, K അബ്ദുൽ അസീസ് അൽ ഖാസിമി, VP അലി ഫൈസി, P ബഷീർ ഹാജി എന്നിവർ പങ്കെടുത്തു. അറിയിപ്പുകൾ. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ഏജന്റ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മാരേജ് ബ്യൂറോ ഏജന്റുമാരുടെ മക്കൾക്ക് പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 29 മുൻപ് തളി റോഡിലെ ശ്രീലക്ഷ്മി മാരേജ് ബ്യൂറോയുമായി ബന്ധപ്പെടണം. വിശദവിവരങ്ങൾക്ക് 9847220094 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനോപകാരപ്രദമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സഹകരണ മേഖലയിലെ പണം ആദായനികുതി വകുപ്പ് കൊള്ളയടിക്കുകയാണെന്ന് ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് M. മെഹബൂബ്.
പണ്ട് ബാത്റൂമുകളിൽ കാണിച്ചിരുന്ന മാനസിക രോഗം ഇന്ന് ഫേസ്ബുക്കിലാണ് മലയാളികൾ കാണിക്കുന്നതെന്ന് സംവിധായകൻ രഞ്ജിത്ത്. ഫേസ്ബുക്ക് വിമർശനങ്ങൾ ആരോഗ്യകരമെങ്കിൽ സ്വീകരിക്കാൻ മടിയില്ലെന്നും രഞ്ജിത്ത്. ഗണേശോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. വീടുകളിലും ഉത്സവ കേന്ദ്രങ്ങളിലും ഗണേശ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.